അപ്പോൾ ഗൈസ് നമ്മൾ ഗ്രാനി ഗെയിമാണ് നടന്നിട്ടുള്ളത്. നല്ല ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഡേ 1 മാത്രമാണ് കളിക്കുന്നത്. അപ്പം നമുക്ക് ഡേ 1 തുടങ്ങാം. എൻ്റെ ദൈവമേ, അയ്യോ ചത്തില്ല തല ഇറങ്ങി ചത്തില്ല ചാവണ്ട. എനിക്ക് ഡ്രോയറൊക്കെ ഒന്ന് തുറന്നോക്കാം. പന്ന തള്ള, എനിക്ക് തോന്നുന്നു ഡ്രോയറിൽ ഒന്നും വയ്ക്കത്തില്ലെന്ന്. എനിക്കറിയാം, പന്ന തള്ളയോ അത്. ഈ ദിസ് ഹൗസ് എന്ന് മാത്രം വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വയ്ക്കും. എനിക്ക് തോന്നുന്നു പഠിപ്പും വിവരമൊക്കെ ഉള്ള തള്ളയാ. പേടിയണ്ട, ഏത് സാഹചര്യത്തിലും ജീവിച്ചു. കാര്യം ഇംഗ്ലീഷുകാരിയാണേ. അപ്പം നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം. നമുക്കൊരു കാർ ബാറ്ററി കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് മണ്ടയിലുള്ള ഡ്രോയറൊക്കെ ഒന്ന് തപ്പി നോക്കാം. ഒരു ഒന്നും വയ്ക്കത്തില്ല, ഡ്രോയറി ഒന്നും വയ്ക്കത്തില്ല. എന്നാലും നമുക്ക് എടുത്തുകൊണ്ട് പോവാം. ഗൈസ്, നിങ്ങൾ നോക്കുന്നുണ്ടാകും ഗ്രാനി എവിടെയെന്ന്. പേടിക്കണ്ട, നമ്മൾ ഗ്രാനി തിളച്ച് വെച്ചേക്കണം. നമുക്ക് ബാത്റൂം കയറിയാൽ വൃത്തികേടായിട്ടുള്ള ബാത്റൂം. ഇതിനേക്കാളും നല്ലത് ഈ കമല കളിക്കുന്നതായിരുന്നു. എന്നാലും ഇത്രയ്ക്കും വൃത്തികേടായിട്ടുള്ള ബാത്റൂം ഞാൻ വിചാരിച്ചില്ല. അപ്പം ഞാൻ കമല പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ കമല ഇടുന്നതായിരിക്കും. നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഇതുവരെ ഗ്രാനി കളിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഗ്രാനി ഇൻസ്റ്റാൾ ചെയ്തോ. നമ്മളിപ്പോൾ ഹാർഡാണ് ചെയ്യുന്നത്. ഗ്രാനിയെ തിളയ്ക്കാൻ വലിയൊരു പാടൊന്നുമില്ല കേട്ടോ. നമുക്ക് ബാറ്ററി സിറ്റുവേറ്റ് ചെയ്യാം. ബാറ്ററി സിറ്റുവേറ്റ് ചെയ്തിട്ട് നമുക്കവിടെ ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ടല്ലേ ഇരിക്കുന്നത്. ഗ്രാനിത്തുള്ള അടിക്കുന്ന സാധനം പോലെ ഇരിക്കുന്നു. ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ടാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഈ കളി ഷോർട്ട് ഗൺ എടുത്തേ പറ്റൂ. വെപ്പൺ കീ കിട്ടിയില്ലെങ്കിലും കാർക്ക് കിട്ടിയില്ലെങ്കിലും ശരി, ഷോർട്ട് ഗൺ എടുത്തേ പറ്റൂ. ഇവിടെ ഫുൾ അങ്ങ് റിസർച്ച് ചെയ്യാം. നമ്മൾ തിരിച്ച് പോവാണ്. ഗ്യാസിലോ ഇത് ഫ്യൂവലാണ്, പക്ഷെ കാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഫ്യൂവൽ ഒഴിക്കാൻ പറ്റൂ. അപ്പം നമുക്ക് ഇത് നേരെ കൊണ്ട് വയ്ക്കാം. നമുക്ക് എന്തായാലും കാർക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഫ്യൂവൽ ഒഴിക്കാൻ പറ്റില്ല. ആരും ഗ്യാസ് ലോൺ കിട്ടിയിട്ട് കളയല്, അത് കാറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കണം. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഇന്ന് ഞാൻ ഡിസ്കവർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുള്ളൂ. ഡേ 1 മാത്രമേ കളിക്കുന്നുള്ളൂ. നല്ല അക്ഷരം കേട്ടോ ഗ്രാൻഡിയുടെ, എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ വല്ലതും ഉണ്ടോ നോക്കാം. ഒന്നുമില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇനി ഇവിടെ ഒരു ബുക്ക് വന്നിട്ടൊരു കാര്യമില്ല. അപ്പം നമുക്ക് കിച്ചണാണ് ഇപ്പോൾ റിസർച്ച് ചെയ്യേണ്ടത്. ഓവനൊക്കെ പൊട്ടിയിരിക്കുവാണ്. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഒരു സ്പെഷ്യൽ കിട്ടി, പക്ഷേ നമുക്കത് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കണം. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഈ ഡ്രോയറിലൊക്കെ നോക്കാം. അപ്പം നമുക്ക് ഒരു ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ട്. അപ്പം നമ്മൾ ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ട് എടുത്തോണ്ട് നേരെ ഷോർട്ട് ഗണ്ണിൻ്റെ അടുത്തോട്ട് പോവാം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടോ അവിടെ ഒരു എഞ്ചിൻ്റെ പാട്ട് ഇരിപ്പുണ്ട്. അത് പെട്ടെന്ന് ഈ ഷോർട്ട് ഗൺ വെച്ചിട്ട് നമുക്ക് അത് പോയി എടുക്കാം. അപ്പം നമുക്ക് നേരെ കാറിൻ്റെ അടുത്തോട്ടാണ് ഷോർട്ട് ഗൺ വയ്ക്കേണ്ടത്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇത് കണ്ടിട്ട് പോലെ ഓസിന്. അപ്പം എന്തായാലും നമ്മുടെ ചാനൽ ഭയങ്കര വേണം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ എടുത്തു നോക്കിയറിയാം, നമ്മൾ കുറേ ദിവസമായിട്ട് തുടങ്ങിയിട്ട് എന്നിട്ടും ഒരു റെസ്പോണ്ട് നിങ്ങളുടെ അടുത്തുനിന്നില്ല. മറ്റേ അമേരിക്കയിലൊക്കെ ഇല്ലേ, മറ്റേ കുളിച്ച് കഴിഞ്ഞിട്ട് പുക വരുന്ന ആ ഒരു സാധനമാണെന്ന് തോന്നുന്നു എനിക്കിത്. അതായത് നമ്മൾ ഇത് അടച്ചിട്ട് പോവാം. നമ്മളെന്തായാലും തുറന്ന സ്ഥിതിക്ക് അടച്ചിട്ട് പോകുന്ന ഒരു മര്യാദ. ലോക്കൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട്. എൻ്റെ ദൈവമേ, ഇവിടെ സേഫ് കീ ആണ് ആവശ്യം. നിങ്ങൾ നോക്കിക്കോ, നീഡ് സേഫ് കീ. അങ്ങനെ നമ്മളിവിടെ അപ്പം നമ്മൾ എൻ്റെ ദൈവമേ, നമ്മളങ്ങോട്ട് പോവാം. നിങ്ങൾ ആ ടണലുണ്ടോ, ഇവിടെ സ്പൈഡർ കീയാണ് ആവശ്യം. നമുക്ക് എൻജിൻ്റെ പാട്ടും എടുത്തുകൊണ്ട് നിങ്ങൾ എന്തായാലും സ്പൈഡർ കീ കിട്ടിയിട്ട് അവിടെ ചെല്ലുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ എങ്ങനെയാണ് ഈ സ്പൈഡറിനെ കൊല്ലേണ്ടതെന്ന്. ഞാൻ അതിനെ കൊണ്ട് പാടുപെട്ടിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തത്. നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ പറയണം. അങ്ങനെ നമുക്ക് എൻജിൻ പാട്ടെടുത്ത് വയ്ക്കാം. ഞാനാണെങ്കിൽ എൻജിൻ പാട്ട് വയ്ക്കാൻ പോവാണേ. ഇനി അവിടെ റിച്ച് ആവശ്യമുണ്ട്, പിന്നെ സ്പാർക്ക് പ്ലഗും ആവശ്യമുണ്ട്. അത് ഇതിനകത്തല്ല, എന്തായാലും നിങ്ങൾ കണ്ടല്ലോ റിച്ച്. അപ്പം നമുക്ക് പോവാം.
വീട്ടിലോട്ട് പോകുന്നതിൻ്റെ വഴിക്ക് ഇവിടെ ഒരു ടണലുണ്ട്. എന്തായാലും ഈ ടണലിൽ പോകുന്നത് നമ്മുടെ ഗ്രാനിയുടെ റൂമിലോട്ടാണ് മണ്ടയിൽ. നിങ്ങളത് പോയി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ പുതിയൊരു പ്ലേസ് ഡിസ്കവർ ചെയ്യാനും കൂടിയാണ് വന്നത്. നമുക്ക് ഗ്രാനിയുടെ റൂമിൽ പിന്നെ കയറാം. ഇപ്പം നമ്മൾ പ്ലേസ് ഡിസ്കവർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ന്യൂ പ്ലേസ്. നമ്മൾ നേരെ ഒരു കാക്കയുടെ അടുത്തോട്ടാണ് പോകുന്നത്. ആദ്യം ഇതൊന്നൊക്കെ തുറന്ന് നോക്കണം. ഇതാണ് ഗ്രാനിയുടെ കാക്ക. അപ്പോൾ ഇവിടെ റിമോട്ട് കൺട്രോളാണ് ഇന്ന് വന്നേക്കുന്നത്. യൂസുള്ള സാധനമാണ്. എന്നാലും അത് തുറക്കുമ്പോൾ പീസ് ഓഫ് പെയിൻറ്റിങ്ങും പിന്നെ ഒരു എന്തുവായിരുന്നു, കാകകുത്തിയിൽ മരിക്കത്തില്ല, ജിഞ്ചർ സ്പ്രേയോ അങ്ങനെ എന്തോ ഒരു സ്പ്രേ ആയിരുന്നു. പിന്നെ അടുത്ത പാർട്ട് 2 കാണിക്കാം. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് തുറന്ന് നോക്കുക. സ്പാർക്ക് പ്ലഗ് കിട്ടി. നമ്മൾ വേഗം കൊണ്ടുവന്ന് വെക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു നേരെ സ്പാർക്ക് പ്ലഗ് ഇതാണ് ആ സാധനം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നേരെ അങ്ങോട്ട് പോണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കണോ? ഗ്യാസിലാണ് ഉണ്ട്. ഇവിടെ തന്നെ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഹാർഡിലിട്ട് കളിക്കുവാണേ. അപ്പോൾ നമുക്ക് സ്പാർക്ക് പ്ലഗും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിൻ്റെ ഇടയ്ക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബെല്ലടിച്ച് സ്പെഷ്യൽ കീ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് ഡ്രോയറും കൂടെ ഉണ്ട്. അത് തുറക്കാൻ അതിനകത്തൊന്നുമില്ല. മേളിൽ തുറയും കൂടെ നമ്മൾ തുറന്നിട്ടുണ്ട്. നമുക്ക് കോഡ് കിട്ടി. നമുക്കപ്പം നമ്മൾ കോഡ് എടുത്ത് ഫ്രണ്ട് ഡോറിലോട്ടാണ് പോകുന്നത്. ഫ്രണ്ട് ഡോറിലാണ് ഈ കോഡ് യൂസ് ഉള്ളത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോ. എന്തിനായിരിക്കും ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ചെയ്യാതെ ഇരിക്കാനായിരിക്കും ഇത്രയും സേഫ്റ്റി. അപ്പോൾ നമുക്ക് നമ്മുടെ പിയാനോ തുറന്ന് നോക്കിയല്ലേ, കോഡ് അവിടെ വയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോയിൽ ഞാനാണെങ്കിൽ ഈ ഗ്രാനിനെ ഗ്ലിച്ചടിപ്പിച്ച് നിർത്തിയിട്ട് അപ്പാപ്പനെ എങ്ങനെ ഗ്ലിച്ചടിപ്പിക്കണമെന്നുള്ള വഴി പറഞ്ഞുതരാം. ഗ്രാനിനെ ഗ്ലിച്ചടിപ്പിക്കുന്ന പരിപാടി എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. അറിയാത്തവർക്ക് എന്തായാലും കമൻ്റ് അടിച്ചാൽ മതി, പറഞ്ഞുതരാം. നമ്മൾ വീട്ടിലാണെങ്കിൽ വന്നിട്ടുണ്ട്. മണ്ടയിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ ചാവാൻ പോവാം. ചാവുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് നോക്കാം. എനിക്കിനി കളിക്കണമെന്നേ ഇല്ല. നിങ്ങൾ റീച്ച് തരാത്തോണ്ട് ഞാൻ കളിക്കുന്നില്ല. പീസ് ഓഫ് പെയിൻറ്റിങ് ഈ സ്ഥലമാണെന്നൊന്ന് നോക്കണമല്ലോ. നിനക്ക് എത്ര ചാർജ് ആയി നോക്കട്ടെ. നോക്കാം. നോക്കാം. ന്യൂ പ്ലേസ് ഡിസ്കവർ. ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് കിട്ടി. ഈ ഒരു പീസും കൂടെ കിട്ടിയാൽ നമുക്ക് ഷോർട്ട് ഗൺ എടുക്കാം. ഷോർട്ട് ഗൺ എടുത്താൽ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. സ്ക്രൂ ഡ്രൈവർ എടുത്താൽ എന്തെങ്കിലും കിട്ടും. കാര്യം എനിക്കറിയാം ഈ സ്ക്രൂ ഡ്രൈവർ ഷോർട്ട് ഗൺ എടുത്താൽ കിട്ടുമെന്ന്. നമുക്ക് പെട്ടെന്ന് പോയി ഷോർട്ട് ഗൺ എടുക്കാം. ഫിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷോർട്ട് ഗൺ കിട്ടിയിട്ടുണ്ട്. എമോയും കൂടെ ഒരെണ്ണം നിറയ്ക്കാം. എമോയും കൂടെ നിറച്ചതിന് ശേഷം നമുക്ക് പോയി സ്ക്രൂ ഡ്രൈവർ എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ദൂതുവിൻ്റെ ഒരു ഹൈ കേൾക്കാം. ദൂതു ഹൈ പറ. ഹായ്, കേട്ടല്ലോ? ഓക്കെ. ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാനുള്ള പരിപാടി ചെയ്യാം. സ്ക്രൂ ഡ്രൈവർ എടുക്കണമെങ്കിൽ കിട്ടി. ഇതാണ് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ. കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടി. ഒരു മിനിറ്റ്. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് സേഫായിട്ട് വയ്ക്കാം. പക്ഷേ എനിക്കത് അവിടെ പോയി ഇരിക്കും. അപ്പം നമുക്ക് എടുക്കാതെ നല്ലത്. നമുക്ക് ഗ്രാനിയുടെ റൂമിൽ പോയിട്ട് സ്ക്രൂ ഡ്രൈവർ അവിടെ വയ്ക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മാസ്റ്റർ കീ ആണ് കിട്ടേണ്ടതെന്ന്.
ചിലപ്പോൾ മാസ്റ്റർ കീ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പോയി നോക്കാം. ഞാനാണെങ്കിൽ 5 മിനിറ്റത്തേക്ക് സൗണ്ട് ഒന്ന് മാറ്റി പിടിക്കുവാണേ. ഇതും കൊണ്ട് ഞാൻ ഇപ്പോൾ സൗണ്ട് മാറ്റിയതാണ് ഗൈസ്. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഈ സ്ക്രൂ അഴിക്കാമല്ലേ. ഈ സ്ക്രൂ ഒന്ന് പെട്ടെന്ന് അഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഇത് റെസ്റ്റ് പാഡ്ലോക്കാണ് ഗൈസ് കിട്ടിയത്. ഇത് സ്പൈഡർ കീ കിട്ടിയാലേ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നാശം, ഇവരിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണെന്ന് ഞാൻ അറിഞ്ഞ. ഇവർക്കൊരു മാനേഴ്സ് ഇല്ല. വെക്കുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് വെക്കത്തുമില്ല. സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ ചെയ്താ വെച്ചേക്കുന്നത്. മണ്ടിത്തള്ള കഥ എന്തോ ഇങ്ങനെയാ. ബുള്ളറ്റ് കിട്ടിയ പക്ഷെ എൻ്റെ ഇരിക്കുന്ന തോക്കല്ല. ഈ തോക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ അടിച്ച് പൊട്ടിച്ച് കളയായിരുന്നില്ല. ഗ്രാനിയുടെ വാടിച്ചോ. ഇവിടെ ഇരിക്കട്ടെ. ഇതെവിടെ യൂസ് ചെയ്യണ്ടേന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? സ്പെഷ്യൽ കീ എന്നാലും ഇവിടെ ഇട്ടേക്കാം. ഇവർ ഭയങ്കര ഡെക്കറേറ്റീവായിട്ടാണ് വീട് ഒതുക്കിയിരിക്കുന്നത്. കുറേ പ്ലേറ്റൊക്കെ എടുത്ത് ഭിത്തി തൂക്കിയേക്കുന്നത് എന്തിനാണെന്ന് അറിഞ്ഞൂടാ. പ്ലേറ്റ് എടുത്ത് ഭിത്തിയെ തൂക്കിയേണ്ട വികാരം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഗൈസ്. എന്തോ അവിടെ തിളങ്ങുന്നുണ്ട്. അത് കോഡാ, പാഡ്ലോക്ക് കോഡ്. നമ്മൾ ഇതൊരു സീക്രട്ടാണ്, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന. ഇവിടെ പ്ലേ ഹൗസ് കീ വേണം ഗൈസ്. പ്ലേ ഹൗസ് കീ. ഇത് പെട്ടെന്നൊന്ന് നീണ്ടു പോരോ. നമ്മളിപ്പോൾ ചാവാൻ പോവാണ്. ക്ലൂ കിട്ടി. 1 ആണ് ഗൈസ് ക്ലൂ. എവിടെ ക്ലൂ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കാം. ഇവിടെ ഒരു മെലണോ ഇല്ലെങ്കിൽ ഒരു തേങ്ങയോ കിട്ടിക്കഴിഞ്ഞാൽ വെച്ചരിയാന്ന്. ഡേഞ്ചറസ് ടൂളാണെന്ന്. വല്ല സാധനങ്ങളും കിട്ടും ഈ കണക്കിൻ്റെ അകത്തുനിന്ന്. അതിനകത്താണെങ്കിൽ വീൽ ബ്രഞ്ച് വേണം. ഇതിൻ്റെ അകത്തോട്ടൊരു ടണലുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇവരിതിങ്ങനെയൊക്കെ കുഴിച്ച് വെച്ചാൽ ഞാൻ എന്തിരിക്കും? എന്തായാലും നമുക്കൊരു ലെറ്റർ ഇട്ടിട്ടുണ്ട്. ലെറ്ററൊന്നും വായിക്കാൻ നേരമില്ല. അവർ നമ്മളെ പടാക്കും. നമുക്കിപ്പോൾ ചാവാൻ പോകേണ്ടതാണ്. നമ്മൾ അവരെ ഇപ്പോൾ തറച്ച് വെച്ചേക്കണം. തറയ്ക്കുന്ന ഇത് നമ്മൾ അടുത്ത പാർട്ടിയിൽ കാണിക്കുക. അതായത് ഫസ്റ്റ് പാർട്ടാണ്. പിന്നെ എല്ലാവരും മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും അങ്ങ് അടിച്ചിട്ട് പോയേക്കുക. ഇവർ പക്ഷേ സാധനങ്ങളൊക്കെ നല്ലപോലെ ഒരുക്കിയാണ് വെച്ചേക്കുന്നത്. ഫ്രണ്ട് ഡോർ കണ്ടില്ലേ കാണിച്ച് വെച്ചേക്കുന്നുള്ള പൂട്ടെല്ലാം കൂടെ വെച്ച് പൂട്ടി വെച്ചേക്കുക. ഇനി ഇതെപ്പോൾ തീരും? ഞാനിപ്പോൾ ചാവാൻ പോവാ. സ്റ്റെയർ കേസിൽ കയറി മണ്ടയിൽ പോയി അമ്മ ചെയ്താരി. അതായത് കിളവൻ്റെ ഡമ്മി. ഇവിടെയാണ് ഗൈസ് സ്പെഷ്യൽ കീ വേണ്ടത്. ഇപ്പോഴല്ലേ മനസ്സിലായേ? ഇതും തപ്പിക്കൊണ്ടോടാം. ഇപ്പോഴാണ് മനസ്സിലായ സ്പെഷ്യൽ കീൻ്റെ നാക്ക് വഴങ്ങുന്നില്ല. സ്പെഷ്യൽ കീൻ്റെ യൂസ് മനസ്സിലായത്. ഓക്കെ, സൗണ്ട് എങ്ങനെ ഉണ്ടായത് ഞാൻ മാറ്റി പിടിച്ചതാണ്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ കീ എടുത്തുകൊണ്ട് പോകാം. സ്പെഷ്യൽ കീ ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിരുന്നുകൊണ്ട് ഇനി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. റസ്റ്റി കീ ഞാൻ സൗണ്ട് മാറ്റിയപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. സ്പൈഡർ കീ കിട്ടിയാൽ അതിൻ്റെ യൂസ് കിട്ടും. നമുക്ക് അടുത്ത ഇതിൽ സ്പൈഡർ കീ കിട്ടിയാൽ നമുക്ക് അതിൻ്റെ യൂസ് പറയാൻ പറ്റും. പിന്നെ നമുക്ക് സ്പെഷ്യൽ കീ എടുത്തുകൊണ്ട് ചാവാൻ പോവാണ്. എനിക്കറിയാം, ഞാൻ ഇത് വന്നിട്ടുള്ളതാണ്. ഞാൻ പിന്നെ എന്തായാലും ചാവാൻ പോവാ, അതുകൊണ്ട് മാത്രം കയറിയതാ. നിങ്ങൾ ഈ ഇവിടെ ആദ്യമായിട്ടാണ് കയറുന്നതെന്ന് അതിൻ്റെ അടുത്ത് ദുഷ്ടൻ ഇരിപ്പുണ്ട്.